നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞ പശ്ചാത്തലത്തിൽ സ്വന്തം തട്ടകമായി കണ്ണൂരിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ലഭിച്ച ആവേശോജ്വലമായ സ്വീകരണം രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളം മുതൽ ധർമ്മടം വരെയുള്ള വഴിയോരങ്ങളിൽ കണ്ട ജനസാഗരം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടത് കോട്ടകൾ എത്രത്തോളം ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ വിളംബരമായി മാറി. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകരാണ് എത്തിയത്. വിമാനത്താവളത്തിന് പുറത്ത് മുദ്രാവാക്യം വിളികളോടെയാണ് അണികൾ പ്രിയ നേതാവിനെ എതിരേറ്റത്. അവിടെ നിന്ന് ആരംഭിച്ച യാത്ര ഒരു വൻ ജനകീയ പ്രകടനമായി മാറി. കേരളത്തെ വികസന വികായത്തിലേക്ക് നയിച്ച കേരളത്തിന്റെ അമരക്കാരൻ സഖാവ് പിണറായി വിജയൻ വീണ്ടും ഇടതുപക്ഷത്തിന്റെ സാരഥിയായി മൂന്നാം അംഗത്തിനായി ധർമ്മടം നിയോജക മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടുകയാണ്. കേരളത്തെ വികസന വികായത്തിലേക്ക് നയിച്ച കേരളത്തിന്റെ അമരക്കാരൻ സഖാവ് പിണറായി വിജയൻ അണിനിരക്കുന്ന റോഡ് ഷോ ഈ വാഹനത്തിന് തൊട്ടതിനെതിരായി ഇതുവഴി കടന്നു വരികയാണ്. കേരളത്തിലെ വികസന വിപ്ലവത്തിന് പുതിയ ദിശാബോധം നൽകിയ ദീർഘദർശി ഏത് ബൈക്കുകളും കാറുകളും അകമ്പടി സേവിച്ചപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലും ജനങ്ങൾ തടിച്ചുകൂടി. മണിക്കൂറുകൾക്ക് മുൻപേ സ്ത്രീകളും കുട്ടികളും വയോധികരും അടങ്ങുന്ന വലിയൊരു വിഭാഗം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. യാത്രക്കിടയിൽ പലയിടങ്ങളിലും ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രി വാഹനം നിർത്തി. പ്രവർത്തകർ സ്നേഹപൂർവ്വം നൽകിയ ഹാരങ്ങളും പൂച്ചെണ്ടുകളും ഏറ്റുവാങ്ങിയ അദ്ദേഹം സ്നേഹ അന്വേഷണങ്ങൾ പങ്കുവച്ചു. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, സാധാരണക്കാരായ നാട്ടുകാരും വലിയ തോതിൽ ഈ സ്വീകരണ പരിപാടികളിൽ പങ്കാളിയായി എന്നതും ശ്രദ്ധേയമാണ്. ധർമ്മടം മണ്ഡലത്തിലെ ഓരോ കവലകളിലും ജനങ്ങളുടെ നീണ്ട നിര തന്നെ ദൃശ്യമായിരുന്നു. ഈ സ്വീകരണം കേവലം ഒരു വരവേൽപ്പ് എന്നതിലുപരി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കാനുള്ള വേദിയായി മാറി. മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഈ ആവേശകരമായ സ്വീകരണം ധർമ്മടം ഇത്തവണയും ഇടതുപക്ഷത്തിന്റെ ഉരുക്കുകോട്ടയായി തന്നെ തുടരുമെന്ന പ്രഖ്യാപനമാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഘട്ടത്തിൽ ലഭിച്ച ഈ ജനപിന്തുണ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസവും നൽകുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം ഇടതിനൊപ്പമാണെന്ന സന്ദേശമാണ് ധർമ്മടത്തെ ഈ ജനമുന്നേറ്റം നൽകുന്നത്. സ്ഥാനാർത്ഥി നിർണയവും പ്രചരണ തന്ത്രങ്ങളും അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നതിനിടെ കണ്ണൂരിൽ മുഖ്യമന്ത്രിക്ക് ലഭിച്ച ഈ വരവേൽപ്പ് രാഷ്ട്രീയ എതിരാളികൾക്കുള്ള ശക്തമായ മറുപടി കൂടിയാണ്. വരാനിരിക്കുന്ന പോരാട്ടത്തിൽ ധർമ്മടത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന് ഈ സ്വീകരണത്തിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. ആവേശോജ്വലമായി ഈ തുടക്കം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പുതിയ ഊർജം പകരുമെന്നതും ഉറപ്പാണ്.